السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. പ്രോവിഡന്റ് ഫണ്ടിന്റെ സക്കാത്ത് അഥവാ ഗവൺമെന്റോ മാനേജ്മെന്റോ ജീവനക്കാരന്റെ ശമ്പളത്തിൽ നിന്ന് നിശ്ചിത വിഹിതം നീക്കിവെക്കുകയും ജോലിയിൽ നിന്ന് പിരിയുമ്പോഴോ മറ്റോ നീക്കിവെക്കപ്പെട്ട സംഖ്യ മുഴുവൻ തിരിച്ചു നൽകുകയും ചെയ്യുന്ന സംവിധാനം. അതാണ് യഥാർത്ഥത്തിൽ ഈ PF പ്രോവിഡന്റ് ഫണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സംഖ്യ തൻ്റെ ഉടമസ്ഥതയിലുള്ള സംഖ്യയായത് കാരണം സക്കാത്തിന്റെ കണക്ക് തികഞ്ഞ വർഷം മുതൽ എല്ലാ വർഷങ്ങൾക്കും സക്കാത്ത് നൽകണം. എന്നാൽ ഗവൺമെന്റിൽ നിന്നോ മാനേജ്മെന്റിൽ നിന്നോ തൊഴിലാളികൾക്ക് ആനുകൂല്യവുമായി നൽകുന്ന തുക പിൻവലിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് അതിൽ സക്കാത്ത് നൽകേണ്ടതില്ല. അപ്പോൾ പ്രോവിഡന്റ് ഫണ്ടുമായി ബന്ധപ്പെട്ട സക്കാത്തിന്റെ കാര്യങ്ങൾ അതുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പ്രോവിഡന്റ് ഫണ്ട് ഗവൺമെന്റ് ജോലിക്കാരുടെയോ മാനേജ്മെന്റ് ജോലിക്കാരുടെയോ ശമ്പളത്തിൽ നിന്നു നിശ്ചിത വിഹിതം നീക്കിവെച്ചു ജോലിയിൽ നിന്ന് വിരമിക്കുമ്പോഴോ മറ്റോ നൽകുന്ന സംഖ്യയാണ്. അത് തനിക്ക് കിട്ടേണ്ട കടമായത് കാരണം ജോലിക്കാരന് അത് വാങ്ങാം. എന്നാൽ അതിൽ നിന്നുള്ള പലിശ വാങ്ങാൻ പാടില്ല. പലിശയെ സഹായിക്കലോ മറ്റോ അതിലുണ്ടെങ്കിൽ PF ഫണ്ടിൽ ഒപ്പുവെക്കുന്നതും ഇടപാട് നടത്തുന്നതും ഹറാമാണ്. ഗവൺമെന്റോ മാനേജ്മെന്റോ ആനുകൂല്യവുമായി നൽകുന്ന തുകയാണെങ്കിൽ അത് വാങ്ങൽ അനുവദനീയമാണ്. അത് മുഴുവൻ ആനുകൂല്യമായിട്ടാണ് ഗണിക്കപ്പെടുക, അത് പലിശയല്ല. ശമ്പളത്തിൽ നിന്ന് പിടിക്കുന്ന തുകയും ആനുകൂല്യ തുകയും നൽകുന്നുണ്ടെങ്കിൽ പിടിക്കുന്ന തുകയും ആനുകൂല്യ തുകയും വാങ്ങാം. പിടിക്കുന്ന സംഖ്യയുടെ പലിശ വാങ്ങാൻ പാടില്ല. അപ്പോൾ ഓരോ മാസത്തിലും നിശ്ചിത തുകയാണ് ആനുകൂല്യമായി PFൽ നിക്ഷേപിക്കുന്നതെങ്കിൽ അതിൽ പലിശ വരുന്നതാണ്. പലിശ തുക മാറ്റിവെച്ച് ആനുകൂല്യ തുക മാത്രം വാങ്ങണം. ശമ്പളത്തിൽ നിന്ന് സമ്മതത്തോടെയാണ് ഗവൺമെന്റ് പിടിച്ചു വെക്കുന്നതെങ്കിൽ കടം വാങ്ങുന്നത് പോലെയാണ്. സമ്മതമില്ലാതെ പിടിച്ചു വാങ്ങിയാൽ അത് അപഹൃത സ്വത്ത് പോലെയുമാണെന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പല സമ്പത്തുകളിലും സക്കാത്ത് വരുന്ന രൂപങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി അതിൻ്റെ അളവെത്തിയിട്ടുണ്ടെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. പലിശയുമായി ബന്ധപ്പെടുന്ന രൂപത്തിൽ ആണെങ്കിൽ അത് ആ പലിശയുടെ ഭാഗം നമ്മൾ ഒഴിവാക്കി അത് മാറ്റി വെച്ചുകൊണ്ട് PF പോലത്തത് നമ്മൾ അടച്ച സംഖ്യ അത് വിരമിക്കുമ്പോൾ നമുക്കത് തിരിച്ചു കിട്ടുമ്പോൾ അത് നമുക്ക് സ്വീകരിക്കാൻ അവകാശവുമുണ്ട് എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. അത് ഗവൺമെന്റ് മാനേജ്മെന്റ് ജീവനക്കാർ ഈ വിഷയം പ്രത്യേകം അവരുടെ ശമ്പളത്തിൽ നിന്ന് നിശ്ചിത വീതം നീക്കിവെച്ച് ജോലിയിൽ നിന്ന് പിരിയുമ്പോഴോ മറ്റോ നീക്കിവെക്കപ്പെട്ട സംഖ്യ മുഴുവൻ തിരിച്ചു നൽകുകയും ചെയ്യുന്ന സംവിധാനമാണ്. അതിന് വിരോധമില്ല. അതിൽ പലിശ വരുന്ന സംഖ്യ നമ്മൾ അത് വാങ്ങാതെ അത് മാറ്റി നിർത്തുകയും ചെയ്യണം. അങ്ങനെ കുറ്റമറ്റ രൂപത്തിലായിരിക്കണം നമ്മുടെ ശമ്പളങ്ങൾ ഞാൻ വാങ്ങേണ്ടത് എന്നും കൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ശുദ്ധ റമദാനിൽ മഗ്ഫിറത്ത് കൊണ്ട് അനുഗ്രഹിക്കുന്നവരിൽ അല്ലാഹു നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.